ത്തിനൊപ്പം പൊരുതി നിന്ന ആദ്യ പകുതി, ഇംഗ്ലീഷുകാരുടെ സമ്പൂർണ്ണ മേധാവിത്വം കണ്ട രണ്ടാം പകുതി, ഒടുവിൽ ഇംഗ്ലീഷ് കരുത്തിനു മുന്നിൽ മുട്ടുമടക്കി ക്രൊയേഷ്യ. 2018 ലോകകപ്പ് സെമിയിൽ ക്രൊയേഷ്യയോടേറ്റ തോൽവിക്ക് ഇംഗ്ലണ്ടിന്റെ മധുര പ്രതികാരം. അടിയും തിരിച്ചടിയും കണ്ട ഒന്നാം പകുതിയിൽ ആദ്യം ഗോളടിച്ചത് ഇംഗ്ലണ്ട്. 9-ാം മിനിറ്റിൽ ലൂക്ക മോഡ്രിച്ചിന്റെ ഫൗളിന് ഇംഗ്ലണ്ടിന് അനുകൂലമായി പെനാൽറ്റി. കിക്കെടുത്ത ക്യാപ്റ്റൻ ഹാരി കെയ്ന് ആദ്യം ഒന്ന് പിഴച്ചു. എന്നാൽ ക്രൊയേഷ്യൻ ഗോൾ കീപ്പറുടെ ഫൗളിനെ തുടർന്ന് റീടേക്ക്. ഇത്തവണ പന്ത് കൃത്യമായി വലയിൽ. 36-ാം മിനിറ്റിൽ മാർട്ടിൻ ബട്ടൂരിനയിലൂടെ ക്രൊയേഷ്യയുടെ സമനില ഗോൾ. വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ ഇരു ടീമുകളും ആക്രമണം കടുപ്പിച്ചു. 42-ാം മിനിറ്റിൽ ഹാരി കെയ്നിലൂടെ ഇംഗ്ലണ്ടിന് ലീഡ്. ക്രൊയേഷ്യയുടെ മറുപടിക്ക് അധികം കാത്തിരിക്കേണ്ടി വന്നില്ല. ഇടവേള വിസിലിന് സെക്കൻഡുകൾ ശേഷിക്കെ പീറ്റർ മുസയിലൂടെ ക്രൊയേഷ്യയുടെ സമനില ഗോൾ. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ജൂഡ് ബെല്ലിംഗാമിലൂടെ ഇംഗ്ലണ്ടിന്റെ 3-ാം ഗോളെത്തി. പിന്നീട് കണ്ടത് തുടർച്ചയായി ഗോൾ മുഖത്തേക്ക് ഇരച്ചെത്തുന്ന ഇംഗ്ലീഷുകാർക്ക് മുന്നിൽ ആടിയുലയുന്ന ക്രൊയേഷ്യൻ പ്രതിരോധത്തെ. ഒടുവിൽ പകരക്കാരനായി ഇറങ്ങിയ മർക്കസ് റാഷ്ഫോർഡിന്റെ ഗോളോടെ ക്രൊയേഷ്യൻ പതനം പൂർണ്ണം. ഗോളി ഡൊമിനിക് ലിവാക്കോവിച്ചിന്റെ മികച്ച സേവുകളാണ് ക്രൊയേഷ്യയുടെ തോൽവി ഭാരം കുറച്ചത്.